ഞാൻ നിൽക്കുന്നത് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും റൊമാൻറ്റിക്കായ സിറ്റിയിലാണ്, ഫ്രാൻസിൻ്റെ ക്യാപിറ്റലായ പാരീസിൽ. അതുപോലെ തന്നെ എല്ലാവരും കാണാൻ കൊതിക്കുന്ന ഐഫൽ ടവറിൻ്റെ മുമ്പിലാണെന്നേ ഞാൻ നിൽക്കുന്നത്. ശരിക്കും ഇത് മായയാണോ മിഥ്യയാണോ എന്നൊക്കെ അങ്ങ് തോന്നിപ്പോവുകയാണ് ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ. ഈ ഐഫൽ ടവർ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണുന്നതെങ്കിലും ഇത് കാണാനുള്ള കൊതിയും പരവശവും ജിജ്ഞാസയും ഒക്കെ ഇന്നും ഐഫൽ ടവർ ആദ്യമായി കാണുന്ന ഒരു പ്രതീതിയിലാണ് ഞാനിപ്പോൾ. ഇത് കണ്ടാൽ ആർക്കാണൊരു പ്രേമം തോന്നാത്തത്? ഐഫൽ ടവർ ഒരു പ്രത്യേക രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വിടവുകളോട് കൂടിയുള്ള ഒരു ഫ്രെയിം വർക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ടവറാണ്. 1889 വേൾഡ് ഫെയറിൻ്റെ സെൻറ്റർ പീസായിട്ടാണ് പാരീസിൽ ഈ ഐഫൽ ടവർ നിർമ്മിച്ചത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സെഞ്ചുറി ആഘോഷത്തെ അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഐഫൽ ടവർ നിർമ്മിച്ചത്. ഈ ഐഫൽ ടവർ സീൻ നദീതീരത്താണ് നിൽക്കുന്നത്. ഈ ഐഫൽ ടവറിന് 3 നിലകളുണ്ട്. ഐഫൽ ടവറിൻ്റെ 3 ലെവൽസിലും വിസിറ്റേഴ്സിന് പോകാം. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെവൽ റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. ഈ ഒബ്സർവേഷൻ ഡെക്ക് 906 ഫീറ്റ് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഐഫൽ ടവറിൻ്റെ മുകളിൽ വരെ എത്താൻ 600-ൽ പരം സ്റ്റെപ്സുകളുണ്ട്. പക്ഷേ എല്ലാവരും ലിഫ്റ്റിലാണ് അങ്ങോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഐഫൽ ടവറിൻ്റെ ഭംഗി വർണ്ണനാതീതമാണ്. ശരിക്കും നമ്മൾ ഇമ്മ വെട്ടാതെ ഇത് തന്നെ അങ്ങ് നോക്കി നിന്ന് പോകും. ആക്ച്വലി ഇതൊരു താൽക്കാലികമായ ടവറായിട്ടാണ് 1889 ആദ്യം ഇത് പ്ലാൻ ചെയ്തിരുന്നതെങ്കിലും ഇതൊരു റേഡിയോ ടവറായി പ്രവർത്തിച്ചിരുന്നതിനാൽ ഇന്ന് ലോകത്തെമ്പാടുമുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പാരീസിൻ്റെ ഐക്കണായി മാറിയിരിക്കുകയാണ്. ഇത് രാത്രിയിൽ ഇലുമിനേഷനിലൊക്കെയായി കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഐഫൽ ടവറിന് ചുറ്റും മഹനീയമായ ഗാർഡൻസുമുണ്ട്. ഈ ഐഫൽ ടവറിൻ്റെ ഭംഗി വർണ്ണനാതീതമാണ്. ശരിക്കും നമ്മൾ ഇമ്മ വെട്ടാതെ നോക്കി നിന്ന് പോകും. അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ ക്യാപിറ്റലായ ഈ പാരീസ് യൂറോപ്പിലെ ഒരു ഫേമസ് സിറ്റിയാണ്. പാരീസ് എന്ന് പറഞ്ഞാൽ തന്നെ ആർട്ടിൻ്റെയും ഫാഷൻ്റെയും ഉറവിടമാണ്. പാരീസിനെ സിറ്റി ഓഫ് ലവ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടുത്തെ റൊമാൻറ്റിക് ആംബിയൻസും ഹിസ്റ്റോറിക്കൽ വശ്യതയും പിന്നെ ഐഫൽ ടവറിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ റൊമാൻറ്റിക് മൊമെൻറ്റ്സും ഒക്കെ ഷൂട്ട് ചെയ്യാൻ എല്ലാവരും കൊതിക്കാറുണ്ട്. ചരിത്രത്തിലെല്ലാം റൊമാൻറ്റിക് മൊമെൻറ്റ്സിനെ പാരീസിനോട് ഉപമിക്കാറുമുണ്ട്. ഈ പാരീസാണ് ഒരുപാട് മൂവീസിലെ റൊമാൻറ്റിക് സീനുകളൊക്കെ പാരീസിൽ ഷൂട്ട് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ പാരീസ് എന്ന് പറഞ്ഞെന്നാലേ ഒരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയറാണ് തോന്നിക്കുന്നത്. അതുപോലെ ഈ സീൻ റിവറിൻ്റെ തീരത്തുകൂടി മിഥുനങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ കൈകോർത്ത് പിടിച്ച് നടക്കുന്നത് കാണുന്നത് ശരിക്കും ഒരു റൊമാൻറ്റിക് ഇവൻ്റ് തന്നെയാണ്. ആളുകളൊക്കെ പാരീസിൽ വന്ന് ഐഫൽ ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് പ്രപ്പോസ് ചെയ്യാറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഐഫൽ ടവറും പരിസരവും അതീവ സുന്ദരം തന്നെ. ഇവിടുത്തെ തിക്കും തിരക്കും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഇതിനകത്തൊന്ന് കയറാൻ ടിക്കറ്റ് എടുക്കണമെങ്കിൽ എത്ര നേരം ക്യൂ നിന്നാലാണെന്നറിയാമോ? കുറഞ്ഞത് 1 മണിക്കൂർ 1.5 മണിക്കൂർ നേരം ക്യൂ നിന്നാൽ മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് കിട്ടുകയുള്ളൂ. എനിവേ ഞങ്ങൾക്ക് ഐഫൽ ടവറിൻ്റെ 2nd ഫ്ലോർ വരെ കയറാൻ സാധിച്ചു. 2nd ഫ്ലോറിൽ റെസ്റ്റോറൻറ്റും ഷോപ്സും ഒക്കെ ഉണ്ട്. എൻ്റെ പൊന്നെ, 2nd ഫ്ലോറിലെ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചകളാണിതെല്ലാം. ഇതൊന്നും വിവരിക്കാൻ എനിക്ക് വാക്കുകളില്ല കേട്ടോ. ഈ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്ന് നോക്കിയെന്നാൽ സീൻ റിവറിൻ്റെ അതിമനോഹരമായിട്ടുള്ള കേർവുകളും ഗ്രാൻഡ് പാലസും ലൂവ്രെ അതുപോലെ സീൻ നദിയുടെ മാസ്മരികതയും ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ദേ ഒന്ന് നോക്കിക്കോളൂ, നിങ്ങൾ തന്നെ ഒന്ന് ആസ്വദിച്ചോളൂ.
ഐഫൽ ടവറിൻ്റെ മുകളിലോട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ പോയെങ്കിലും ഐഫൽ ടവറിൽ നിന്ന് ഇറങ്ങി വരാൻ സ്റ്റെപ്പുകൾ എടുത്താൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ ലിഫ്റ്റ് വഴിയാണ് പോയതും വന്നതും. പിന്നെ ഐഫൽ ടവറിൻ്റെ അടിഭാഗം ഒരു ഭീമാകാരമായ സ്ക്വയറാണ്. എനിവേ ഇതൊന്ന് കാണേണ്ട സംഭവം തന്നെയാണ് കേട്ടോ. ചാൻസ് കിട്ടിയെന്നാൽ പാരീസും ഐഫൽ ടവറും ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണേ.